ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല രുചിയുള്ള ഒരു അടിപൊളി തന്തൂരി ചിക്കനാട്ടോ. ഇത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതാണ്ടോ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോൻ്റെ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. 2 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരു 1/4 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം വലിയ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് 2-3 വരയിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അമർത്തി വരരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെന്ത് വരുമ്പോൾ പീസസ് ഇങ്ങനെ മുറിഞ്ഞ് വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ഏകദേശം ഒരു പകുതി ഭാഗം ഒന്ന് എല്ലിൽ ഭാഗത്ത് തട്ടുന്നത് പോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല പോലെയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാനായിട്ടാണ്. നല്ല പോലെ ഒന്ന് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് അങ്ങനത്തെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കുക കേട്ടോ. 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൽ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി അങ്ങനെ ചേർത്ത് അരച്ചതാണ് കേട്ടോ. അതും കൂടെ എടുത്ത് അരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ 1 സ്പൂണ് ചില്ലി ഫ്ലേക്സും 1/4 to 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ. കാശ്മീരി ഇല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർക്കുക. ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒരു 1/2 സ്പൂണ് ഉപ്പ് അതുകൂടെ ചേർക്കുക. 1 സ്പൂണ് ലെമൺ ജ്യൂസ് അതുകൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ തൈരിലത്തെ വെള്ളവും നമ്മുടെ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലെഗ് പീസൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ലെഗിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് മസാല പിടിക്കണം. ആ വരച്ചിട്ടില്ലേ ആ ഭാഗത്തൊക്കെ നല്ലപോലെ കൈ വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉൾവശത്തേക്ക് നന്നായിട്ടൊന്ന് മസാല ഇറങ്ങി കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഒരു 1/2 to 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഒരു 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് മുങ്ങുന്നത്ര എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായി ഫുള്ളിൽ വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ സിമ്മിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അതുപോലെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതിയാവും കേട്ടോ. ഏകദേശം ഇപ്പോൾ എല്ലാ വശവും നല്ലപോലെ വെന്തിട്ട് തണ്ട ഫ്ലഷൊക്കെ നീങ്ങി നിൽക്കുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഓയിലും അധികം ആവശ്യമില്ല കണ്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈസി തന്തൂരി ചിക്കനാണ് കേട്ടോ. ഇനി നമുക്കിതിന് ഫൈനൽ സ്റ്റേജാണ്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചാർക്കോളിൽ നന്നായി ചൂടാക്കിയിട്ട് അത് കുറച്ചിട്ട് കൊടുക്കുക. 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായി പുകയുമ്പോൾ അപ്പം തന്നെ അടച്ച് വെക്കണം കേട്ടോ. പുക പുറത്തേക്കൊന്നും പോകരുത്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ആ പുകയിൽ കിടന്നിട്ട് അതിൻ്റെ പീസിലൊക്കെ ആ ഒരു സ്മോക്കിൻ്റെ ഒരു ഫ്ലേവർ വരണം കേട്ടോ. ഇതാ നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ലൊരു അൽഫാമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല രുചിയായിരിക്കും. നല്ല ചൂടാട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാ ഈ വശത്തു നിന്നൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ചൂടാണ്. നല്ലതുപോലെ സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. പുറം വശം നല്ലപോലെ വെന്തിട്ടുണ്ട്. സിമ്മിൽ വെച്ച് തന്നെ വേവിക്കുന്നതുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഞാൻ കുറച്ച് പീസസ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തന്തൂരി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെ പീസസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മസാല തേച്ച് ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇതുപോലെ ഓയിലിട്ടിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ സ്മോക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനായിട്ട് എക്സ്ട്രാ ഒരു ചിലവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ചില്ലി പൊരിക്കുന്നതിനുള്ള അത്ര ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം കൂടല്ല. നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങനെ തയ്യാറാക്കി നോക്കണേ.